അടുത്തൊരു പ്രോബ്ലം പറഞ്ഞാൽ ഒരു ക്യാരക്ടർ നമ്മൾ റീഡ് ചെയ്യുക. റീഡ് എ ക്യാരക്ടർ ആൻഡ് ചെക്ക് ഇറ്റ് ഈസ് അപ്പർ കേസ്, ലോവർ കേസ്, ഡിജിറ്റ് അല്ലെങ്കിൽ ഇതൊന്നുമല്ല. അതായത് ഒരു ക്യാരക്ടർ റീഡ് ചെയ്തിട്ട് അത് അപ്പർ കേസ് ആണോ, അത് ലോവർ കേസ് ആണോ, അത് ഡിജിറ്റ് ആണോ, ഇത് മൂന്നൊന്നുമല്ലേ. അതാണ് നമ്മുടെ പ്രോബ്ലം. സാമ്പിൾ എക്സിക്യൂഷൻ പറഞ്ഞാൽ ആദ്യത്തെ ടെസ്റ്റ് കേസ് പറഞ്ഞാൽ ഞാൻ ഒരു ക്യാരക്ടർ പ്രിന്റ് ചെയ്തു. അതായത് എൻ്റെ ക്യാരക്ടർ പറയുമ്പോൾ യൂസർ ടൈപ്പ് ചെയ്തു, ജി എന്ന് ടൈപ്പ് ചെയ്തു, ക്യാപിറ്റൽ ജി. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യണം ദ ക്യാരക്ടർ ഈസ് അപ്പർ കേസ്. ഇപ്പൊ ജിക്ക് പകരം ഞാൻ വേറൊരാള് എൻ്റെ അടുത്ത് ക്യാരക്ടർ ടൈപ്പ് ചെയ്തപ്പോൾ സ്മോൾ ലെറ്റർ എ ടൈപ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദ ക്യാരക്ടർ ഈസ് ലോവർ കേസ് ടൈപ്പ് ചെയ്യണം. വേറൊരാൾ ഇത് രണ്ടുമല്ല ടൈപ്പ് ചെയ്തു, ഒരു ഡിജിറ്റ് ടൈപ്പ് ചെയ്തു, അതായത് 0 to 9 ഇടയിലുള്ള ഡിജിറ്റ് ടൈപ്പ് ചെയ്തു. അപ്പൊ ഇത് ക്യാരക്ടർ ഈസ് ഡിജിറ്റ് എന്ന് പ്രിന്റ് ചെയ്യണം. വേറൊരാൾ ഇത് മൂന്നും ടൈപ്പ് ചെയ്തില്ല, അതിന് വേറെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് ടൈപ്പ് ചെയ്തിരിക്കുക, ഈ ആശ്ചര്യചിഹ്നം നമ്മുടെ ലൈഫിലൊക്കെ ഇടയ്ക്ക് വരുന്ന പോലത്തെ. അപ്പൊ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ത് കിട്ടണം? ദി ക്യാരക്ടർ ഈസ് നോട്ട് ആൻ ആൽഫബറ്റ് ഓർ ഡിജിറ്റ്, ഇങ്ങനെ കിട്ടണം. ഇതാണ് നമ്മുടെ കോഡ്. അപ്പൊ ക്യാരക്ടർ ആണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ക്യാരക്ടർ റീഡ് ചെയ്യുന്നത് കേട്ടാൽ തന്നെ നമ്മൾ ഓർക്കുക, ആസ്കി വാല്യൂ ആണ് നമ്മൾ വെച്ചിട്ടാണ് ഇത് പ്രോഗ്രാം ചെയ്യുക. ക്യാരക്ടർ നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുക ആസ്കി വാല്യൂസ് ആണ്. അപ്പൊ നമ്മുടെ ഈ സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, ഡിജിറ്റ്സ്, ഇത് മൂന്നും ആസ്കി വാല്യൂസ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആസ്കി വാല്യൂ ജസ്റ്റ് 48 to 57 വരെയുള്ള ആസ്കി വാല്യൂസ് ആണ് നമ്മുടെ 0 to 9 വരെയുള്ള ഡിജിറ്റ്. അതേപോലെ 65 to 90 വരെയുള്ള ആസ്കി വാല്യൂസ് ആണ് ക്യാപിറ്റൽ എ ടു ക്യാപിറ്റൽ സെറ്റ് അപ്പർ കേസിന്റെ ആസ്കി വാല്യൂസ്. അതേപോലെ 97 to 122 വരെയുള്ളതാണ് എ ടു സെറ്റ്, അതായത് ലോവർ കേസ്. അപ്പൊ നമ്മളൊരു ക്യാരക്ടർ വാല്യൂ തന്നു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന്റെ ആസ്കി വാല്യൂ 48നും 57നും ഇടയിലാണെന്ന് ചെക്ക് ചെയ്യുക. അതാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതൊരു ഡിജിറ്റ് ആണെന്ന്. അതേപോലെ ഒരു ആസ്കി വാല്യൂ 65നും 90നും ഇടയിൽ ആണെങ്കിൽ നമുക്ക് അത് അപ്പർ കേസ് ആണെന്ന് ഉറപ്പിക്കാം. അതേപോലെ 97നും 122നും ഇടയിലാണെങ്കിൽ ഇത് ലോവർ കേസ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇതിന്റെ മൂന്നിന്റെ ഇടയിൽ അല്ലെങ്കിൽ നമുക്ക് ഇത് ഉറപ്പിക്കാം ഇത് ഡിജിറ്റും അല്ല, അപ്പർ കേസും അല്ല, ലോവർ കേസും അല്ല. അപ്പൊ നമുക്കിത് പ്രിന്റ് ചെയ്യാം, ക്യാരക്ടർ ഇസ് നോട്ട് ആൻ ആൽഫബറ്റ് ഓർ ഡിജിറ്റ്. ഇതാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്ക്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ആദ്യം ഒരു ക്യാരക്ടർ വാല്യൂ നമ്മൾ റീഡ് ചെയ്യണം. അപ്പൊ ആദ്യം ഒരു ക്യാരക്ടർ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ക്യാരക്ടർ വേരിയബിൾ വന്നിട്ട് ക്യാരക്ടർ CH അങ്ങനെ എന്തെങ്കിലും ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ റീഡ് ചെയ്യണം, ഒരു ക്യാരക്ടർ വാല്യൂ റീഡ് ചെയ്യണം. റീഡ് എ ക്യാരക്ടർ വാല്യൂ ഫ്രം യൂസർ. യൂസറിൽ നിന്ന് നമ്മളൊരു ക്യാരക്ടർ വാല്യൂ റീഡ് ചെയ്യണം. അതിന് നമ്മൾ സ്കാൻഎഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. സ്കാൻഎഫ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യുക. ക്യാരക്ടർ ആയതുകൊണ്ട് %C യൂസ് ചെയ്യുക, ആംപർസെന്റ് ആ ക്യാരക്ടറിന്റെ വേരിയബിളിന്റെ നെയിം കൊടുക്കുക. ഇതങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലോജിക്ക് അപ്ലൈ ചെയ്യുക. എന്താണ് ലോജിക്ക്? ആദ്യം ആ ക്യാരക്ടർ വാല്യൂന്റെ ആസ്കി വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യുക. ആസ്കി വാല്യൂ 97ന്റെ ഇടയിലും 122ന്റെ ഇടയിലാണെങ്കിൽ അത് ലോവർ കേസ് ആണ്. അപ്പൊ നമ്മൾ ഈഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഈഫ് കണ്ടീഷൻ വെച്ചിട്ട് ആസ്കി വാല്യൂ, അതായത് ഈഫ് ക്യാരക്ടർ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 97 ആണെന്ന് ചെക്ക് ചെയ്യുക. ഒന്നുകിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. ഈഫ് ക്യാരക്ടർ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിംഗിൾ കോട്ടിൽ എ കൊടുക്കുക. സിംഗിൾ കോട്ടിൽ എ കൊടുക്കുന്ന ഉദ്ദേശിക്കുന്നത് ക്യാരക്ടർ എപ്പോഴും നമ്മൾ കൊടുക്കുക സിംഗിൾ കോട്ടിൽ കൊടുക്കുക. ഈ സിംഗിൾ കോട്ടിന്റെ മീനിങ് പറഞ്ഞാൽ ഇതിന്റെ ആസ്കി വാല്യൂ ആണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത്. ഒന്നുകിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുക. രണ്ടിന്റെ മീനിങ് സെയിം ആണ്. അപ്പൊ ക്യാരക്ടർ വാല്യൂ 97 മേലെയാണെന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അതിന്റെ ഉള്ളിൽ ക്യാരക്ടർ വാല്യൂ ലെസ് ദാൻ 120 ആണെന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഈഫ് ക്യാരക്ടർ വാല്യൂ CH വാല്യൂ ലെസ് ദാൻ സ്മോൾ ലെറ്റർ സെറ്റ് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യാൻ പറ്റും? ഇതൊരു ലോവർ കേസ് ആണെന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ ഈഫിന്റെ അകത്ത് അടുത്തത് നമ്മൾ ക്യാരക്ടർ വാല്യൂ എന്ത് ചെക്ക് ചെയ്യുക? ക്യാരക്ടർ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 65 ആണെന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ ക്യാരക്ടർ വാല്യൂ അതിന്റെ അകത്ത് വീണ്ടും നെക്സ്റ്റ് ഈഫ് ആട്ടോ. ഈഫ് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്ത ഈഫ് ചെക്ക് ചെയ്യുക. ഈഫിന്റെ അകത്ത് എന്ത് ചെക്ക് ചെയ്യുക? ക്യാരക്ടർ വാല്യൂ ലെസ് ദാൻ എന്ത് ചെക്കണം? ലെസ് ദാൻ 90 ആണെന്ന് ചെക്ക് ചെയ്യുക. ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? അപ്പർ കേസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും, അപ്പർ കേസ് ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഈഫിന്റെ അകത്ത് അടുത്തെന്ത് ചെക്ക് ചെയ്യുക? ക്യാരക്ടർ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 48 ആണെന്ന് ചെക്ക് ചെയ്യുക. അത് ട്രൂ ആണെങ്കിൽ അതിന്റെ അകത്ത് വീണ്ടും ചെക്ക് ചെയ്യുക. ക്യാരക്ടർ വാല്യൂ ലെസ് ദാൻ 57 ആണെന്ന് ചെക്ക് ചെയ്യുക. ലെസ് ദാൻ ആണ്, സോറി, ഈ സിമ്പിൾ ആണ്. ലെസ് ദാൻ 57 ആണെന്ന് ചെക്ക് ചെയ്യുക. ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഡിജിറ്റ് ആണ്. ഇത് എൽസിഫ് വെച്ചിട്ടാട്ടോ. ആദ്യം ഇത് ചെക്ക് ചെയ്യുക, പിന്നെ ലാസ്റ്റ് ഇത് മൂന്നും ട്രൂ അല്ലെങ്കിൽ എൽസ് പോർഷനിൽ നമ്മൾ
ഇത് മൂന്നും പറയാം, ഡിജിറ്റും അല്ല ആൽഫബറ്റും അല്ല എന്ന് പറയാം. ഇതാണ് ഇതിന്റെ ലോജിക്ക്. അപ്പൊ അതിന് ആദ്യം നമുക്ക് ആസ്കി വാല്യൂ അറിഞ്ഞിരിക്കണം ഈ പ്രോബ്ലത്തിൽ. 97 to 122, അതേപോലെ 65 to 90, 48 to 57. ഇത് ഓർത്ത് വെക്കുക. നമുക്കപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ ആദ്യം ഒരു ക്യാരക്ടർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ക്യാരക്ടർ CH കൊണ്ട് ഒരു വേരിയബിൾ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഡിസ്പ്ലേയിൽ പ്രിന്റ് ചെയ്യണം എൻ്റർ എ ക്യാരക്ടർ വാല്യൂ. അതിന് ഞാൻ പ്രിന്റ് അപ്പ് യൂസ് ചെയ്യും. അതിൽ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? എൻ്റർ എ ക്യാരക്ടർ വാല്യൂ. അപ്പോൾ എൻ്റർ ദി ക്യാരക്ടർ ഇതാണ് പ്രിന്റ് ചെയ്യുന്നത്. അതിന് ജസ്റ്റ് കോപ്പി ചെയ്തു, അതിനുശേഷം ജസ്റ്റ് പേസ്റ്റ് ചെയ്തു, അതിനുശേഷം സെമിക്കോളം കൊടുക്കും. ഇനി നമുക്ക് യൂസറിൽ നിന്നൊരു വാല്യൂ റീഡ് ചെയ്യണം. അതിന് ഞാൻ സ്കാൻഎഫ് യൂസ് ചെയ്യും. വാല്യൂ റീഡ് ചെയ്യേണ്ടത് ക്യാരക്ടർ ടൈപ്പ് ആണ്. അപ്പോൾ ക്യാരക്ടർ ടൈപ്പിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ %C കൊടുക്കുക, കോമ കൊടുക്കുക. ഇനി അഡ്രസ്സ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആംപ്രസിന്റെ ഓപ്പറേറ്റർ കൊടുക്കുക. അതിനുശേഷം ആ വേരിയബിളിന്റെ നെയിം കൊടുക്കുക, സെമിക്കോളം കൊടുക്കുക. ഇനി നമുക്ക് ലോജിക് അപ്ലൈ ചെയ്യാം. ആദ്യം നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? ക്യാരക്ടറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 97 ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ക്യാരക്ടർ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 97 എന്ന് പറഞ്ഞാൽ എയുടെ ആസ്കി വാല്യൂ ആണ്. അപ്പൊ ഒന്നെങ്കിൽ ഡയറക്റ്റ് ആസ്കി വാല്യൂ ഈക്വൽ ടു ആണെന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ സിംഗിൾ കോട്ടിൽ നമുക്ക് ക്യാരക്ടർ വാല്യൂ കൊടുക്കാൻ പറ്റും. പേയുടെ ആസ്കി വാല്യൂ ആണ് 97. അതുകൊണ്ടാണ് നമുക്ക് ഒന്നെങ്കിൽ ഈഫിന്റെ അകത്ത് ഈ ഒരു പോർഷന് പകരം നമുക്ക് ഇങ്ങനെ കൊടുത്താലും ഔട്ട്പുട്ട് കിട്ടും. ഇനി അതിന് താഴെ ഞാൻ അടുത്തൊരു ഈഫ് കണ്ടീഷൻ, അതായത് വീണ്ടും ഈഫ് കണ്ടീഷനിൽ ക്യാരക്ടറിന്റെ വാല്യൂ 122 അല്ലെങ്കിൽ അതിന് താഴെയാണ് ചെക്ക് ചെയ്യണം. അപ്പോൾ 122 ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന സിമ്പിളാണ് കൊടുക്കുക. അതായത് 122 ആണെങ്കിലും നമുക്ക് ഈ കോഡ് വർക്ക് ആവണം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 123 കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ലെസ് ദാൻ 123 എന്ന് കൊടുക്കാം. ഞാൻ അതിന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 122 ആണ് കൊടുക്കുന്നത്. കാരണം 122 വരെയാണ് നമ്മുടെ ആസ്കി വാല്യൂ ഉള്ളത് സ്മോൾ ലെറ്ററിന്റെ. അതായത് ക്യാരക്ടർ വാല്യൂ ഓഫ് ഒന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ ലെറ്റർ സെറ്റ്. സ്മോൾ ലെറ്റർ സെറ്റ് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ സെറ്റിന്റെ ആസ്കി വാല്യൂ ആണ് 122. ഇനി ഇതിന് താഴെ നമ്മൾ പ്രിന്റ് ചെയ്യണം. എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? പ്രിന്റ് ഓഫ്. നമുക്ക് ഈഫിന് താഴെ ഒറ്റ ലൈനെ പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഈ ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ബ്രാക്കറ്റ് കൊടുത്താലും കുഴപ്പമില്ല, ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈഫിന് താഴെ സിംഗിൾ ലൈൻ ആണെങ്കിൽ നമുക്ക് ബ്രാക്കറ്റ് കൊടുക്കാണ്ട് ചെയ്യാം. അപ്പൊ തൽക്കാലം ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? ക്യാരക്ടർ ഈസ് ലോവർ കേസ്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക, സ്ലാഷിന് കൊടുക്കുക, ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കണ്ടീഷൻ. ഈ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. ഈ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. ഇതിൽ നിന്ന് നമുക്ക് ലോവർ കേസ് ഉള്ള കോഡ്. ഇനി ഈ കണ്ടീഷൻ ട്രൂ അല്ല വിചാരിക്കുക, നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂ 97 ലെസ് ചെറിയൊരു വാല്യൂ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അടുത്ത കണ്ടീഷൻ കൊടുക്കുക, എൽസ് ഇഫ്. എൽസ് ഇഫിന്റെ അകത്ത് എന്താ ചെക്ക് ചെയ്യേണ്ടത്? എൽസ് ഇഫിന്റെ അകത്ത് നമുക്ക് അടുത്ത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യണം കേട്ടോ. എത്ര ചെക്ക് ചെയ്യേണ്ടത്? 65 ഗ്രേറ്റർ ആണെന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം? CH ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 65 പറഞ്ഞാൽ ക്യാപിറ്റൽ A ആണ്. സിംഗിൾ കോട്ടിൽ ക്യാപിറ്റൽ A ആണെന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള കോഡ് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യണം. ഇവിടെ എത്രയാണ് വരുന്നത്? 90 എന്നാണ് വരിക. 65 തൊട്ടിട്ട് 90. ഇവിടെ സ്മോൾ ലെറ്റർ സെറ്റിന് പകരം ക്യാപിറ്റൽ സെറ്റ് ആണ് വരിക. ഇവിടെ ഈ കോഡ് കറക്റ്റ് ആണെങ്കിൽ, അതായത് ഈ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല, ഈ എൽസ് ഇഫ് കണ്ടീഷനിലേക്ക് പോകും. ഈ എൽസ് ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത വാല്യൂ 65 വലുതും അതേപോലെ 90യോ 90ക്കോ താഴെയാണെങ്കിൽ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇത് രണ്ടും അല്ല, ലോവർ കേസും അല്ല അപ്പർ കേസും അല്ല, ആ ടൈപ്പ് ചെയ്ത ആൾ ഒരു ഡിജിറ്റ് ആണ് ടൈപ്പ് ചെയ്തെങ്കിൽ അവിടുത്തെ വാല്യൂ എത്രയായിരിക്കും? ഗ്രേറ്റർ ദാൻ 48. ഗ്രേറ്റർ ദാൻ 48, അതായത് ക്യാരക്ടർ വാല്യൂ 0. ഇവിടെ 57നേക്കാൾ താഴെയോ അല്ലെങ്കിൽ 57ഓ, അപ്പോൾ ഇവിടെ ക്യാരക്ടർ വാല്യൂ 9 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ ആണ് 57. അപ്പൊ നമ്മൾ എന്താ പറയാ? ക്യാരക്ടർ ഈസ് ഡിജിറ്റ് എന്ന് പ്രിന്റ് ചെയ്യും. ക്യാരക്ടർ ഈസ് ഡിജിറ്റ്. ഇനി ഇത് മൂന്നും അല്ലെങ്കിൽ നമുക്ക് എൽസ് പാർട്ടിൽ ഈ മൂന്ന് കണ്ടീഷനും ട്രൂ അല്ലെങ്കിൽ നമുക്ക് എൽസ് പാർട്ടിൽ ഡയറക്റ്റ് പ്രിന്റ് ചെയ്യിക്കാൻ എന്ത്? പ്രിന്റ് ഓഫ് ദി ക്യാരക്ടർ ഈസ് നോട്ട് ആൻ ആൽഫബറ്റ് ഓർ ഡിജിറ്റ്. ഇത് ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്യണം, അതിനുശേഷം ജസ്റ്റ് പേസ്റ്റ് ചെയ്തു, സ്ലാഷ് കൊടുക്കുക, സെമിക്കോളം കൊടുക്കുക. ഇതാണ് നമ്മുടെ കോഡ്. ആദ്യം ഒരു ക്യാരക്ടർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്.
അതിനുശേഷം നമ്മൾ വാല്യൂ യൂസറിൽ നിന്ന് റീഡ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഡിസ്പ്ലേയിൽ എൻ്റർ ദി ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ പ്രിന്റ് എഫ് യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ യൂസറിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യാൻ സ്കാൻ എഫ് യൂസ് ചെയ്തു. സ്കാൻ എഫ് ആണ് യൂസറിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ, ഇൻപുട്ട് ഫംഗ്ഷൻ. അതിനുശേഷം നമ്മൾ ക്യാരക്ടർ 97 എബോ ആണ് ചെക്ക് ചെയ്തു. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ അകത്ത് വീണ്ടും ഒരു ഇഫ്, നെസ്റ്റഡ് ഇഫ് 122 ലെസ് ദാൻ ആണ് ചെക്ക് ചെയ്തു. 122 ഓർ അതിന് ലെസ് ദാൻ. 122 ആണെങ്കിൽ കോഡ് വർക്ക് ആവും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ കോഡ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ അകത്തെ ദി ക്യാരക്ടർ ഈസ് ലോവർ കേസ് പ്രിന്റ് ചെയ്യും. നമ്മൾ ടൈപ്പ് ചെയ്ത ക്യാരക്ടർ 97 എബോ ആണെങ്കിൽ ഈ ഇഫ് കണ്ടീഷൻ്റെ അകത്ത് ഈ കോഡിലേക്ക് പോവില്ല, അടുത്ത എൽസിഎഫിലേക്ക് പോകും. ഈ എൽസിഎഫിൽ 97 ഒക്കെ ലെസ് ദാൻ ആയതുകൊണ്ട് 65 എബോ ആണ് ചെക്ക് ചെയ്യും. 65 എബോ ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യും, അതായത് 90ക്ക് ലെസ് ദാൻ ആണോ. ഇതും ട്രൂ ആണെങ്കിൽ ഇത് ക്യാരക്ടർ ഈസ് ലോവർ കേസ് എന്ന് പ്രിന്റ് ചെയ്യും. അപ്പം ഞാനിപ്പോൾ ഈ കോഡ് ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് റൺ ചെയ്യണം, GCC program.c. അതിനുശേഷം റൺ ചെയ്തു. റൺ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടറിന് പകരം 8 ആണ് ടൈപ്പ് ചെയ്തു. 8 ടൈപ്പ് നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുക? ഈ ക്യാരക്ടറിസ് ഡിജിറ്റ് കിട്ടും. ക്യാരക്ടറിസ് ഡിജിറ്റ് ഇവിടെ എന്താ ഉണ്ടായത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തത് ഇവിടെ എന്താ 8 ആണ് ടൈപ്പ് ചെയ്തത്. ഡിജിറ്റ് 8 സ്റ്റോർ ചെയ്തു. അപ്പോൾ 8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആസ്കി വാല്യൂ എന്തുവാ? 8ന്റെ ആസ്കി വാല്യൂ പറഞ്ഞാൽ 56 ആണ് വരിക. 57 പറഞ്ഞാൽ 9ന്റെ ആസ്കി വാല്യൂ. ആസ്കി വാല്യൂ ഓഫ് 8 56 ആണ്. അപ്പോൾ ആസ്കി വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യും 56 എബോ ആണെന്ന്. അപ്പോൾ 56 ആണ് ടൈപ്പ് ചെയ്തത്. 56 97 എബോ ആണോ? അല്ല. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ഫോൾസ് ആണ്. അടുത്ത് ചെക്ക് ചെയ്യും എൽസിഎഫിൽ ക്യാരക്ടർ വാല്യൂ 65 എബോ ആണ്. നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള 8ന്റെ ആസ്കി വാല്യൂ 56 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ അടുത്ത എൽസിഎഫിൽ ചെക്ക് ചെയ്യും ക്യാരക്ടർ വാല്യൂ 48 എബോ ആണോ? 48 എബോ ആണോ? നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ആസ്കി വാല്യൂ അതെ 56 ആണ്. 57 ലെസ് ദാൻ ആണോ? അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ അതിൻ്റെ അകത്തെ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്തു ക്യാരക്ടർ ഇസ് ഡിജിറ്റ്. അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഞാൻ ഇതേ കോഡിനെ വീണ്ടും റൺ ചെയ്തു. അതിനുശേഷം ക്യാപിറ്റൽ ആയി ടൈപ്പ് ചെയ്തു. അപ്പോൾ എന്താ ക്യാരക്ടർ ഈസ് ലോവർ കേസ്. അതെങ്ങനെയൊന്നും ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്തത് മാറ്റാൻ മറന്നിട്ടോ. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രിന്റ് ചെയ്യുക. കാരണം ഇത് കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടുത്തെ ടൈപ്പ് ചെയ്തത് മാറ്റാൻ മറന്നു. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ജസ്റ്റ് വീണ്ടും കമ്പൈൽ ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് റൺ ചെയ്തു. ഇനി ഞാൻ ക്യാപിറ്റൽ ആയി ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടി ക്യാരക്ടർ ഈസ് അപ്പർ കേസ്. ഇനി ഞാൻ വീണ്ടും കമ്പൈൽ ചെയ്തു. അതിനുശേഷം കമ്പൈൽ ചെയ്യേണ്ട ആവശ്യമില്ല, റൺ ചെയ്താൽ മതി. അതിനുശേഷം സ്മോൾ ലെറ്റർ എസ് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ക്യാരക്ടർ ഈസ് ലോവർ കേസ് കിട്ടി. സ്മോൾ ലെറ്റർ ആയി ടൈപ്പ് ചെയ്താൽ ലോവർ കേസ് കിട്ടും. ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ലാസ്റ്റ് ശരിനോ ടൈപ്പ് ചെയ്താൽ നമുക്ക് ക്യാരക്ടർ ഈസ് നോട്ട് ആൻ ആൽഫബറ്റ് ഓർ ഡിജിറ്റ് കിട്ടും.